अल्हम्दुलिल्लाह अल्हम्दुलिल्लाह आई एम मुस्लिम। अब 4 महीने पहले मैंने बताया उनसे बात है, महीने से बात है, उनसे मैंने ये बताया मैंने निकाह किया, निकाह में बात है उनको बात है, वो क्या कहने लगे कहने भाई हमें एक्सेप्ट नहीं है। अब वो परिवार में रिश्तेदारों का समाज का वो ना पे बात आ गई सबकी, कहने लगे जो रहेगा हम लेंगे। अब उसका करा क्या, उसको जेल भेज दिया, उसके बाप को पीट दिया। अल्हम्दुलिल्लाह अल्हम्दुलिल्लाह आई एम मुस्लिम। अल्हम्दुलिल्लाह अल्हम्दुलिल्लाह आई एम मुस्लिम। अब 4 महीने पहले मैंने बताया उनसे बात है, महीने से बात है, उनसे मैंने ये बताया मैंने निकाह किया, निकाह में बात है उनको बात है, वो क्या कहने लगे कहने भाई हमें एक्सेप्ट नहीं है। अब वो परिवार में रिश्तेदारों का समाज का वो ना पे बात आ गई सबकी, कहने लगे जो रहेगा हम लेंगे। अब उसका करा क्या, उसको जेल भेज दिया, उसके बाप को पीट दिया। अल्हम्दुलिल्लाह अल्हम्दुलिल्लाह आई एम मुस्लिम। ഉത്തർപ്രദേശിൽ നിന്നുള്ള കാഴ്ചയാണ് ഇപ്പം നമ്മൾ കണ്ടത്. ഈ കാഴ്ച കാണിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം അലഹബാദ് ഹൈക്കോടതി പറഞ്ഞ ചില നിരീക്ഷണങ്ങളാണ് എൻ്റെ കാതുകളിലേക്ക് വരുന്നത്. ഉത്തർപ്രദേശിലെ പോലീസുകാർക്ക്, നിയമപാലകർക്ക് ഭരണഘടനയോട് യാതൊരു വിധത്തിലുള്ള കമ്മിറ്റ്മെൻറ്റുമില്ല. മറിച്ച് രാഷ്ട്രീയക്കാർ പറയുന്നത് എന്താണോ അതാണ് ചെയ്യുന്നത്. അവരോടാണ് വലിയ ഒരു താല്പര്യം തോന്നുന്നത്, അവരോടാണ് ഒരു കമ്മിറ്റ്മെൻറ്റ് തോന്നുന്നത്. ഭരണഘടനയോടോ കോടതിയുടെ ഉത്തരവുകളോടോ യാതൊരുവിധ കമ്മിറ്റ്മെൻറ്റും കാണിക്കുന്നില്ല. അതിനോടൊക്കെ പുല്ലുവിലയാണ് കാണിക്കുന്നത്. തോന്നുന്ന പോലെയാണ് നിയമപാലകർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് അലഹബാദ് ഹൈക്കോടതിയുടെ ആ നിരീക്ഷണം, അതാണ് ഇപ്പം എൻ്റെ കാതുകളിൽ വരുന്നത്. ഇപ്പം നിങ്ങൾ കണ്ട ആ ഒരു സംസാരം എന്ന് പറയുന്നത് ഒരു യുവാവിൻ്റെ സംസാരമാണ്. എന്താ കാര്യം എന്താണെന്നറിയോ? ഒരു ഹിന്ദു യുവാവ്, ഒരു ഹൈന്ദവനായ യുവാവും മുസ്ലിം പെൺകുട്ടിയും തമ്മിൽ പ്രണയിച്ചു, വിവാഹം കഴിച്ചു. സാധാരണഗതിയിൽ സംഘപരിവാർ പറയുന്നത് എന്താ, നേരെ തിരിച്ചാണല്ലോ. ഈ പറയുന്ന ലവ് ജിഹാദ്, ഇത് നേരെ ഓപ്പോസിറ്റ്, റിവേഴ്സ് ലവ് ജിഹാദ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ അങ്ങനെ പറയുന്നില്ല, അങ്ങനെ ഒരു സംഭവം ഇല്ലാത്തത് കൊണ്ട്. അങ്ങനെ വിവാഹം ചെയ്തു, പ്രണയിച്ചു, വിവാഹം കഴിച്ചു 4 വർഷങ്ങൾക്ക് മുമ്പ്. 4 വർഷത്തിന് കഴിഞ്ഞ് ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിൽ ഈ യുവാവിൻ്റെ വീട്ടുകാർ ഒരു പരാതി കൊടുത്തു. യു പിയിലെ പോലീസ് കേസെടുത്തു. എന്ന് മാത്രമല്ല, ആ മുസ്ലിമായിട്ടുള്ള ആ പെൺകുട്ടിയെയും പെൺകുട്ടിയുടെ പിതാവിനെയും മറ്റ് 9 കുടുംബാംഗങ്ങളായിട്ടുള്ള 9 പേർക്കെതിരെയും കേസെടുത്തു. അവരെ അറസ്റ്റ് ചെയ്തു, ജയിലിലാക്കി. ഇവരെ അറസ്റ്റ് ചെയ്ത ഉടനെ ഈ ഭർത്താവായിട്ടുള്ള യുവാവ് പത്രക്കാരെ കാണുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. അൽഹംദുലില്ലാ, ഞാൻ മുസ്ലിമാണെന്നും ആ മനുഷ്യൻ പറയുക. 4 വർഷം മുമ്പ് പ്രണയിക്കുമ്പോൾ ഹൈന്ദവനായിരുന്നു, മുസ്ലിമായി. അതാണ് ഇപ്പോഴത്തെ കേസിന് ആധാരവും. മനസ്സിലായില്ലേ? മുസ്ലിമായി, കൺവേർട്ടായി എന്നുള്ളത് തന്നെയാണ് പ്രശ്നം. അപ്പോൾ ഈ രാജ്യത്തെ ഭരണഘടനയ്ക്ക് ഇതിനെതിരെങ്കിലും പ്രശ്നമുണ്ടോ? ഇതൊരു കുറ്റകൃത്യമാണോ? അല്ലെങ്കിൽ രാജ്യവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനമാണോ? രാജ്യത്തെ നിയമങ്ങൾക്കെതിരാണോ? ഒന്നുമല്ല. പക്ഷേ ആ യുവാവ് മുസ്ലിം ആയതുകൊണ്ട് ആ യുവതിക്ക് നേരെ കേസ്, യുവതിയുടെ പിതാവിന് നേരെ കേസ്, കുടുംബാംഗങ്ങളായിട്ടുള്ള മറ്റു 9 പേർക്കെതിരെ കേസ്. ഇതൊക്കെയാണ് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഉത്തർപ്രദേശിൽ നിന്ന് വരുന്ന വാർത്തകൾ വലിയ വേദന നൽകുന്ന കാര്യങ്ങളാണ്. ഉത്തർപ്രദേശിൽ നിന്ന് ഓരോ നിമിഷങ്ങളും വന്നുകൊണ്ടിരിക്കുന്നത്. നിരന്തരമായിട്ട് ഈ പറയുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകൾ വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുക. മുസ്ലിം എന്നില്ല, ഹൈന്ദവനെന്നില്ല, ദലിതനെന്നില്ല, ആരുമില്ല. എന്തൊരു സംഭവ വികാസം തുടക്കം കുറിക്കുന്നത് മുസ്ലിമിൽ നിന്നായിരിക്കും. പക്ഷേ അത് പോകെ ഈ പറയുന്ന കീഴ്ജാതിയിൽപ്പെട്ട ഹൈന്ദവനിലേക്കും ദലിതനിലേക്കും ഒക്കെ ആ കാര്യങ്ങളെത്തും. ഇപ്പോൾ യു പിയിൽ നടത്തിയിരിക്കുന്ന ബുൾഡോസർ രാജുകൾ എല്ലാം നിങ്ങളൊന്നെടുത്ത് പരിശോധിച്ച് നോക്കുക. എല്ലാം മുസ്ലിമിൻ്റെ വീടുകളാണോ ആക്രമിക്കപ്പെടുകയും പൊളിച്ചടുക്കുകയും ബുൾഡോസർ രാജ് നടപ്പിലാക്കുകയും ചെയ്തിരിക്കുന്നത്? അല്ല. രാജ്യത്ത് യു പിയിലെ ഭരണകൂടം മുന്നോട്ട് വെക്കുന്ന ഒരൊറ്റ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് സാക്ഷാൽ RSSൻ്റെ ഹിന്ദുത്വ അജണ്ട എന്ന് പറഞ്ഞാൽ സവർണ ഹിന്ദുത്വ അജണ്ട, അത് മാത്രമാണ് യു പി സർക്കാർ മുന്നോട്ട് വെക്കുന്നത്. ഇപ്പോൾ ഇന്നലെ യു പിയിൽ നിന്നൊരു വാർത്ത വരുന്നുണ്ട്.
യോഗി മന്ത്രിസഭയിലെ മന്ത്രി തന്നെ, യോഗി മന്ത്രിസഭയിലെ മന്ത്രി, ആ മന്ത്രി തന്നെ രംഗത്തെത്തുന്ന ഒരു കാഴ്ച യോഗിക്കെതിരെ, യു പി ഗവൺമെൻറ്റിനെതിരെ. എന്താ പറയുന്നത്? ഈ യു പിയിൽ നടക്കുന്ന എൻകൗണ്ടറുകൾ, ഇടയ്ക്കിടെ എൻകൗണ്ടർ വാർത്തകൾ നിങ്ങൾ കേൾക്കുന്നില്ലേ? ഈ എൻകൗണ്ടറുകൾ, ഏറ്റുമുട്ടൽ കൊലപാതകം, പോലീസുകാർ പോകുക, തോന്നുന്നവരൊക്കെ വെടിവെച്ച് കൊല്ലുക, ആ കേസ്, ആ എൻകൗണ്ടർ കൊലപാതകങ്ങളെക്കുറിച്ച് യോഗി ആദിത്യനാഥിൻ്റെ മന്ത്രിസഭയിലെ മന്ത്രിയായിട്ടുള്ള വ്യക്തി, ക്യാബിനറ്റ് അംഗം രംഗത്തെത്തിയിരിക്കുകയാണ്. ഈ എൻകൗണ്ടറുകളൊക്കെ അന്വേഷിക്കണം. മാത്രമല്ല, ഈ എൻകൗണ്ടറുകളൊക്കെ യാതൊരുവിധ മാനദണ്ഡങ്ങളും നടപടിക്രമങ്ങളും നിയമാനുസൃതങ്ങളുമല്ല. എല്ലാ നിയമങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഈ എൻകൗണ്ടറുകൾ നടത്തുന്നത്. നിരപരാധികളായ ആളുകളെയാണ് വെടിവെച്ച് വീഴ്ത്തുന്നത്. യു പിയിൽ നിരപരാധികളായ ആളുകളെ യോഗി ആദിത്യനാഥിന് പേരുണ്ടാക്കാൻ വേണ്ടിയിട്ട്, തങ്ങളുടെ നാട്ടിൽ വലിയ ക്രമസമാധാന പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുകയാണ് എന്നുള്ള പേരുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് റോട്ടിലിറങ്ങുക, ആരെങ്കിലുമൊക്കെ കണ്ട ഈ പിന്നെ എന്താ പറയേണ്ടത്, നമ്മളെ നറുക്കൊക്കെ എടുക്കും പോലെ കാണുന്നവരെയൊക്കെ വെടിവെച്ച് കൊല്ലുക. എന്നിട്ട് കൊന്നു കഴിഞ്ഞിട്ട് അവനെ വലിയ ഗുണ്ടയാക്കും, അവനെ വലിയ തീവ്രവാദിയാക്കും, അവനെ വലിയ ഭീകരവാദിയാക്കും, രാജ്യദ്രോഹിയാക്കും, ഒക്കെയാക്കും. കേസുകൾക്ക് യാതൊരു അടിസ്ഥാനവുമില്ല, യാതൊരു തെളിവുകളുമില്ല, എല്ലാം എൻകൗണ്ടറാണ്. ടപ്പെട്ടപ്പെട്ടപ്പെട്ടപ്പെട്ടപ്പ എന്ന് പറഞ്ഞിട്ട് തട്ടിപ്പോവുക. ഇപ്പോൾ യു പിയിലെ യോഗി ആദിത്യനാഥിൻ്റെ മന്ത്രിസഭയിലെ മന്ത്രി തന്നെ രംഗത്തേക്ക് എത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ യു പിയിൽ നിന്ന് ഇപ്പോൾ വന്ന വാർത്തയാണ്, യു പിയിൽ എല്ലാം കാപട്യമാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് CBSE പരീക്ഷ അട്ടിമറിച്ചത് ഈ പറയുന്ന യു പി സർക്കാരിൻ്റെ നേതൃത്വത്തിലാണ് എന്നുള്ള വാർത്തകൾ പുറത്തേക്ക് വരുന്നത്. യു പിയെ രാജ്യത്തെ വിദ്യാഭ്യാസ രംഗത്ത് നമ്പർ 1 ആക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി പരീക്ഷയിൽ ക്രമക്കേട് കാണിച്ചു. എന്നാൽ കുട്ടികളെ പഠിപ്പിച്ച് വിജയിപ്പിക്കാൻ വേണ്ടി നല്ല സ്കൂളോ നല്ല വിദ്യാഭ്യാസ സാഹചര്യങ്ങളോ നല്ല പഠന സാഹചര്യങ്ങളോ ഒന്നും ഉണ്ടാക്കി കൊടുത്ത് കുട്ടികളെ വലിയ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് വിജയിപ്പിക്കുകയല്ല, നേരെ തിരിച്ചാ. പരീക്ഷ വരുമ്പോൾ അതിൽ ക്രമക്കേട് നടത്തുക, പരീക്ഷ എഴുതാത്തവൻ പോലും പാസ്സാവുക. പരീക്ഷ എഴുതിയവൻ, നന്നായിട്ട് എഴുതിയവൻ, അവനൊക്കെ പരാജയപ്പെടുക. ഇതാണ് യു പിയിലെ അവസ്ഥ. അപ്പോൾ ഈ യു പിയിൽ പരീക്ഷാ രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത് ക്രമക്കേട് നടത്തുക. ഇനി ക്രമസമാധാന പാലന രംഗത്ത് അവിടെയും ക്രമക്കേട്, അവിടെയും സ്വജനപക്ഷപാതം, അവിടെയും മുസ്ലിം വിരോധം. മുസ്ലിം വിരോധമാണ് എല്ലാത്തിൻ്റെ അടിസ്ഥാനം. യോഗി ആദിത്യനാഥിൻ്റെ നിലനിൽപ്പിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ആകെയുള്ളത് ഈ പറയുന്ന എന്താണ്, മുസ്ലിം വിരോധമാണ്. ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ കഴിഞ്ഞ പെരുന്നാൾ കാലത്ത്, ബക്രീദ് കാലത്ത് രാജ്യത്ത് വലിയ രീതിയിൽ മുസ്ലിങ്ങളെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ആക്രമങ്ങൾ, പെരുന്നാൾ പ്രമാണിച്ച് പെരുന്നാളിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ആക്രമങ്ങൾ നടന്നു എന്നുള്ളതാണ് രാജ്യത്ത് നിന്ന് പുറത്തു വരുന്ന വാർത്തകൾ. ഈ വാർത്തകളിൽ ഏറ്റവും അധികം പരാതികളും കേസുകളും രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് യു പിയിലാണ്. മുസ്ലിം വിരോധം അതാണ് ഏറ്റവും അടിസ്ഥാനം. എന്നിട്ട് സാധാരണക്കാരായിട്ടുള്ള പാവങ്ങളായിട്ടുള്ള ഈ മുസ്ലിങ്ങളെ ആക്രമിക്കാൻ വേണ്ടിയിട്ട്, വളഞ്ഞിട്ട് ആക്രമിക്കാൻ വേണ്ടിയിട്ട് പശുവിൻ്റെ പേര് പറയുക, ഗോമാതാവിൻ്റെ പേര് പറയുക, ബീഫിൻ്റെ പേര് പറയുക, എന്നിട്ടാണ് ആക്രമിക്കുക. ആരാ ആക്രമിക്കുന്നത്? സാധാരണക്കാരായിട്ടുള്ള എന്ന് പറഞ്ഞാൽ നിയമപാലകരൊന്നും അല്ലാത്ത ഈ പറയുന്ന സംഘ് പരിവാറിൻ്റെ ആളുകൾ നിയമം കയ്യിലെടുക്കുക. സാധാരണക്കാർ, ജനങ്ങൾ നിയമം കയ്യിലെടുക്കുക. അതിന് സർക്കാരിൻ്റെ എല്ലാ പിന്തുണയും, സർക്കാരിൻ്റെ സംരക്ഷണം. അതിന് സാധാരണക്കാരെ വെറുതെ തല്ലിക്കൊല്ലുക, ഒരു ദയവുമില്ല, ഒരു കാരുണ്യവുമില്ല. മനുഷ്യരെ അങ്ങനെ തല്ലിക്കൊല്ലുക. കാണുന്നവരെയൊക്കെ പോലീസുകാരൻ വെടിവെച്ച് കൊല്ലും, സാധാരണക്കാരൻ തല്ലിക്കൊല്ലും. എല്ലാത്തിനും സംരക്ഷണം സർക്കാരിൻ്റെ. അതാണ് ഇപ്പം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ യു പിയിൽ നിന്ന് വന്ന വാഴ്ച. ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, 4 വർഷം മുമ്പ് പ്രണയിച്ചു, വിവാഹം കഴിച്ചു, 4 വർഷം കഴിഞ്ഞു. അപ്പോൾ ഈ പറയുന്ന യുവാവിൻ്റെ കുടുംബം പോയിട്ട് പരാതി കൊടുക്കുക. അപ്പോൾ പരാതി കൊടുത്തു നോക്കുമ്പോൾ എന്താ പ്രശ്നം? ഈ യുവാവ് മുസ്ലിമായി എന്നുള്ളതാണ് പ്രശ്നം. യുവതി മുസ്ലിമും ഈ പറയുന്ന യുവാവ് ഹൈന്ദവനുമായിരുന്നു, യുവാവ് മുസ്ലിമായി. അത് വലിയ പ്രശ്നമാണ്. ആ യുവതിയെയും യുവതിയുടെ പിതാവിനെയും കുടുംബക്കാരെയും ഒക്കെ പോലീസ് പിടിച്ചുകൊണ്ടുപോയി. ആ
സിറ്റുവേഷനിൽ ആ യുവാവ് നടത്തിയ ഒരു മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് പറഞ്ഞ കാര്യങ്ങളാണ്. ഈ കാര്യങ്ങളൊക്കെ വിളിച്ചു പറയാണ്. എന്ന് പറഞ്ഞാൽ രാജ്യത്തെ ഭരണഘടന അനുവദിക്കുന്ന, പ്രായപൂർത്തിയായിട്ടുള്ള ആളുകൾക്ക് ഭരണഘടന അനുവദിക്കുന്ന എല്ലാ അവകാശങ്ങളെയും ലംഘിച്ചുകൊണ്ട് അതിനൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് എന്ത് ഭരണഘടന? അതല്ലെങ്കിലും സംഘ് പരിവാറിന് ഭരണഘടന എന്ന് പറയുന്നത് ഈ പറയുന്ന മനുസ്മൃതിയാണല്ലോ. സംഘ് പരിവാറിൻ്റെ സവർണ രാഷ്ട്രീയം അതാണ് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. യു പിയിൽ നിന്ന് വരുന്ന എല്ലാ വാർത്തകളും മുസ്ലിങ്ങൾക്ക് മാത്രം എതിരല്ല. അവിടെ ദലിതൻ ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുക, കീഴ്ജാതിയിൽപ്പെടുന്നവൻ ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. സവർണന് മാത്രം എന്തും ചെയ്യാം എന്നുള്ള നിലപാടിലേക്ക് സർക്കാർ സംരക്ഷണത്തിൽ, യോഗി ആദിത്യനാഥിൻ്റെ സംരക്ഷണത്തിൽ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. എല്ലാത്തിനും ഒരു കാരണമുണ്ട്. എന്താ കാരണം? ഒന്ന് മുസ്ലിം വിരോധമാണ്, മറ്റൊന്ന് ഈ മുസ്ലിം വിരോധത്തിന് ആക്രമിക്കാൻ എന്തെങ്കിലും ഒരു കാരണം വേണമല്ലോ. അതിൻ്റെ പേര് പശുവിൻ്റെ പേരിൽ അക്രമം. എന്നാൽ ഈ പശുക്കളൊക്കെയോ, ഗോശാലകളിൽ നിന്ന് ചത്തൊടുങ്ങുന്ന പശുക്കൾ എങ്ങോട്ടാണ് പോകുന്നത്? നേരെ കോർപ്പറേറ്റ് അറവുശാലകളിലേക്ക്. അവിടെ നിന്ന് കട്ട് ചെയ്ത് ഹലാൽ സ്റ്റിക്കർ ഒട്ടിച്ച് എക്സ്പോർട്ട് ചെയ്യും. പ്രോഫിറ്റിൻ്റെ ഒരു ഷെയർ BJPയുടെ അക്കൗണ്ടിലേക്ക്, വളരെ കൃത്യമായിട്ട്. അതിനൊന്നൊരു കുഴപ്പമില്ല. പൗരന്മാരായിട്ടുള്ള ആളുകൾ എന്തെങ്കിലും ചെയ്താൽ, തിരിഞ്ഞാൽ മറിഞ്ഞാൽ, അങ്ങോട്ട് നോക്കിയാൽ ഇങ്ങോട്ട് നോക്കിയാൽ അപ്പോൾ ആൾക്കൂട്ട അക്രമം. ഇനി ആളുകൾ കൂടി തല്ലിക്കൊന്നില്ലെങ്കിൽ പോലീസുകാരൻ വന്നിട്ട് വെറുതെ വെടിവെച്ച് കൊല്ലും. ഒരു കാര്യവും വേണ്ട, ഒരു കാരണവും വേണ്ട. ഇതാണ് യു പി, ഭയാനകമായ യു പി, സംഘ് പരിവാറിൻ്റെ സവർണ രാഷ്ട്രീയത നിറഞ്ഞു തുള്ളുന്ന യു പി.